കിളിമാനൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അതിശക്തമായ വെള്ളപ്പൊക്കം വിതച്ച നാശനഷ്ടങ്ങളിൽ ഞാവേലിക്കോണവും ഉൾപ്പെടുന്നു. ഞാവേലിക്കോണത്തിന് കോടികളുടെ നഷ്ടം. ഞാവേലിക്കോണത്തിൽ വെള്ളം കയറിയ രംഗങ്ങൾ ഞങ്ങളുടെ ക്യാമറമാൻ വി സതീഷ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ ലൈവായിട്ട് കാണുന്നതാണ്. മാത്രമല്ല ഓൺലൈനായിട്ട് ചീഫ് റിപ്പോർട്ടർ മുന്നു ഞാവേലിക്കോണത്തുണ്ട്. ഞാവേലിക്കോണത്ത് നിന്നും മുന്നു നിങ്ങളോട് സംസാരിക്കുന്നു. മുന്നു, എന്താണ് ഇപ്പോൾ ഞാവേലിക്കോണത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതി വിശേഷങ്ങൾ? എന്തിനാണ് ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായത്? എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് സംസാരിച്ച് നിൽക്കാമോ മുന്നു? മുന്നു നമ്മുടെ കൂടെ ഉണ്ട്. മുന്നു, എന്താണ് ഞാവേലിക്കോണത്തെ? ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല. കുളിക്കാത്തവർ ഇവിടെ വന്നാൽ എത്രയും പെട്ടെന്ന് കുളിപ്പിച്ചു പോവാ. അത്രയും പറയാം. ശരി. ഞാവേലിക്കോണത്ത് കോവാലൻ മാമന്റെ വീട്ടിന് മുന്നിലുള്ള തോടിനും മിസ്റ്റർ മുന്നുവിന്റെ വീടിന് മുന്നിലുള്ള തോട്ടിലും വെള്ളത്തിന്റെ സാന്ദ്രതയും അളവും ഒരുപാട് വർദ്ധിച്ചിട്ടുള്ളതായി ചെറിയ സൂചനകൾ കോവിയണ്ണൻ തന്നിട്ടുണ്ട്. ഈ സൂചനകളെ കുറിച്ച് ഈ സൂചനകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അതോ അവർ വെറുതെ പറഞ്ഞതാണോ എന്ന് മിസ്റ്റർ മുന്നു ഒന്ന് വ്യക്തമാക്കാമോ? ഞാവേലിക്കോണത്ത് അതിശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ നയതന്ത്ര പ്രതിനിധി മുന്നു ഓൺലൈനായിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് മുന്നുവിനോട് ചോദിക്കാം. മുന്നു, എങ്ങനെയാണ് വെള്ളത്തിന്റെ ഇപ്പോഴത്തെ തീവ്രത ഒന്ന് വ്യക്തമാക്കാമോ? അതായത് ഇപ്പോ എന്റെ വീടിന്റെ മുമ്പിലുള്ള തോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണോ താങ്കൾ ഉദ്ദേശിക്കുന്ന ആ തോട്? ഇതാണ് ആ തോട്. ഈ തോട്ടിലെ വെള്ളത്തിന്റെ തീവ്രത ഇപ്പോൾ എങ്ങനെയുണ്ട്? അതായത് ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ വെള്ളത്തിന്റെ തണുപ്പ്. അത് ശരി, പറഞ്ഞോളൂ. പിന്നെ ഈ വെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളതിനെ പോലെ അല്ല. സാധാരണ വെള്ളത്തിന്റെ പോലെയല്ല, കുറച്ച് കൂടുതലുമാണ്, കുറച്ച് കുറവാണ്. അത് മാറി നിൽക്കുകയാണ്. വെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലും കുറവും വരുന്നു എന്നാണ് മുന്നു പറയുന്നത്. ഈ സാന്ദ്രത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറാറുണ്ടോ? സാന്ദ്രത ഇടയ്ക്കിടയ്ക്ക് മാറാറില്ല. ഇതിപ്പോ മഴയായി ഞാവേലിക്കോണത്തെ വെള്ളമായത് കൊണ്ടാണോ ഈ വെള്ളത്തിന് ഈ സാന്ദ്രതയിലുള്ള വ്യത്യാസം? അതോ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വെള്ളത്തിന് സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ടോ? അതായത് ഈ സാന്ദ്രതയിലുള്ള വ്യത്യാസം നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? അതായത് നമ്മൾ ഈ ഒരു സാമ്പിൾ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ നമ്മളൊരു കുപ്പിക്കത്തിടണം. എങ്ങനെയുള്ള കുപ്പിയിലാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കേണ്ടത്? ഒന്ന് വ്യക്തമാക്കി പറയാമോ? അതായത് നമ്മൾ ഈ ബിവറേജസ് നല്ല കുപ്പികൾ കിട്ടും. ഈ ബീവറേജസ് കിളിമാനൂർ എവിടെയാണ് എന്നൊന്ന് വ്യക്തമാക്കാമോ? അതായത് ഈ കിളിമാനൂർ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ. മിസ്റ്റർ മുന്നു, നമ്മൾ വിഷയം വിട്ടുപോകുന്നു. നമ്മൾ വെള്ളത്തിന്റെ തീവ്രതയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദയവായി അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? Boom, boom, robo-da, robo-da, robo-da. Zoom, zoom, robo-da.